ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പൈസ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന സുഹൃത്തുക്കളെ, ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോഴേ 2 മണിയായി. ഞാൻ എപ്പോഴിനി കറി വയ്ക്കും, ചോറ് കഴിക്കും എനിക്കറിയില്ല. നമ്മുടെ ഓഫീസിലൊരു കുഞ്ഞ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ട് പോയാലേ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ തണുത്തിരിക്കും. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചേട്ടന് ഫ്രഷോടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറും കറിയൊക്കെ വീട്ടിൽ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വെക്കുന്നത് കേട്ടോ. വണ്ടി സൗണ്ട് കേട്ടോ, റോഡിലൂടെ വണ്ടി പോകുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയാം. ഇപ്പോൾ വീഡിയോ എടുക്കേണ്ട ഒരു സമയമല്ല കേട്ടോ, എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ കാണിക്കണ്ടേ, നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ ഈ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരുകളുണ്ടല്ലോ എന്നെ കളിയാക്കി കേട്ടോ. ഇതെല്ലാം കൂടെ വെച്ച് കഴിച്ചിട്ട് വീഡിയോ ഒക്കെ കാണിച്ചിട്ട് 2 ദിവസം ജോലിക്ക് വരാണ്ട് കിടക്കാൻ പറഞ്ഞിട്ട് എന്നെ അവർ കളിയാക്കി കേട്ടോ. എന്ത് കണ്ടാലും ഞാൻ എന്ത് വാങ്ങിയാലും വീഡിയോയിൽ കാണിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതുകൊണ്ട് കുഞ്ഞു പാര, വേളാപ്പാരയുടെ കുഞ്ഞാണെന്ന് തോന്നുന്നു കേട്ടോ. 100 രൂപയെന്ന് പറഞ്ഞ്, പക്ഷെ 100 രൂപ വാങ്ങിയില്ല. 20 രൂപയോ 30 രൂപ തിരിച്ച് തന്നു. 70 രൂപ 80 രൂപ എന്തോ ആണ്, പൊരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമുക്ക് 2 ദിവസത്തേക്ക് മുന്നേ ഞണ്ടായിരുന്നു കേട്ടോ. 2 ദിവസത്തേക്ക് മുന്നേ ഞണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നും ഞണ്ട് വാങ്ങി. ഇത് 150 രൂപയാണ് കേട്ടോ. നമ്മുടെ മീനൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത്രയും ലാഭത്തിൽ എവിടെ നിന്നാണ് മീൻ കിട്ടണമെന്ന്. അത് നമ്മുടെ ഒരു ലക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇത് 150 രൂപ ഞണ്ട് കേട്ടോ, വലിയ ഞണ്ടാണ്. അന്ന് വാങ്ങിയത് കുഞ്ഞു ഞണ്ടായിരുന്നു. ഇന്നത്തെ ഞണ്ട് വലിയ ഞണ്ടാണ്. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഞാൻ വണ്ടി പോകുന്നത് കൊണ്ടാണ് സംസാരിക്കാണ്ട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചത് എങ്ങനെയാണ് ഞണ്ട് കറി വയ്ക്കുന്നത്. എനിക്ക് ഞണ്ട് കറി വയ്ക്കാൻ അറിഞ്ഞുകൂടാ, അത് വൃത്തിയാക്കാനും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കേട്ടോ. എവിടെ നിന്നൊക്കെയാണോ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ കൊണ്ട് പോകണത്, എൻ്റെ പൊന്നോ, എന്തോ ഒരു വണ്ടികളാണെന്ന് തോന്നും. അപ്പോൾ അവർക്ക് കറി വയ്ക്കാൻ അറിഞ്ഞുകൂടാന്ന് കേട്ടോ. ഞണ്ട് വൃത്തിയാക്കാനും പൊളിക്കാനും അറിഞ്ഞുകൂടാ, അത് കറി വയ്ക്കാനും അറിഞ്ഞുകൂടാ, കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് പോയി കാണും. എൻ്റെ വീഡിയോസിൽ കണ്ട ഞണ്ട് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റും. ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഒരെണ്ണം വൃത്തിയാക്കുന്നത് കാണിച്ച് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പം ഞണ്ട് കണവ കണ്ടോ, കഥ പറഞ്ഞ് സമയം പോകുന്നുണ്ട് സുഹൃത്തുക്കളെ. 100 രൂപ കേട്ടോ, കണവ 100 രൂപ. ആദ്യം ഞാൻ കണവ വാങ്ങിച്ചിട്ട് ഞണ്ടിനെ കണ്ടപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. എൻ്റെ മോനുണ്ടല്ലോ, എൻ്റെ മൂത്തോന് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ടെന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ എന്തായാലും ആളിവിടെ ഇല്ല, ആൾ പുറത്താണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ വാങ്ങിച്ച് ഞാനിതെല്ലാം കറി വെക്കുന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഐറ്റം എടുത്ത് ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ വെക്കുന്നതും കട്ട് ചെയ്യുന്നതും ഒന്നും കാണിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതാണ് വെച്ചതെന്ന് കാണിച്ച് തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസും കാണിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഫേസും ഇതുമൊക്കെ കാണിച്ച് സമയമൊക്കെ പോകും. അപ്പോൾ കറിയൊക്കെ വെച്ചതിന് ശേഷം ഏതാണ് വെച്ചത് എന്താണ് വെച്ചതെന്ന് കാണിച്ച് തരാം. ഞാൻ എല്ലാം കറി വെക്കണില്ല കേട്ടോ. എല്ലാം കറി വെക്കുന്നത് ഇത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം. ഇന്നത്തേക്ക് മാത്രം എടുത്ത് ഇതും എടുത്ത് ഫ്രിഡ്ജ് വെക്കാൻ പോകണം. അപ്പോൾ ഇന്ന് വെക്കേണ്ട മെനു ഇന്നത്തേത് 16 പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തേക്ക് ഇത്, അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. മാറ്റി വെക്കുന്നുണ്ട് കണ്ടോ. എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. മീനിൻ്റെ ചാകര ഞാൻ തേങ്ങ വറുക്കുന്നുണ്ട് കേട്ടോ. കണവയ്ക്കും ഞണ്ടിനും തേങ്ങ വറുത്താണ് വെക്കുന്നത്. രണ്ടിനും കൂടെ ഒരുമിച്ച് വറുക്കുന്നുണ്ട്. നമ്മൾ പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ വറുത്താണ് ഞണ്ടും കൊഞ്ച് കണവ ഒക്കെ വെക്കുന്നത്. അല്ലാണ്ട് തോരനും വെക്കും, പിന്നെ ഞണ്ട് പച്ചയരച്ചും വെക്കും. പല രീതിയിലും നമ്മൾ വെക്കും. അപ്പം ഞാൻ രണ്ടിനും കൂടെ ഇന്ന് വേറെ കറിയൊന്നും വെക്കാൻ നിൽക്കുന്നില്ല. പറ്റുമെങ്കിൽ ഒരു രസം വെക്കാം നോക്കട്ടെ. അപ്പോൾ തേങ്ങ വറുത്തെടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഓരോന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്ത് ചെയ്യണം. അപ്പം ഞണ്ടും കൊഞ്ചുമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തിട്ട് അടുത്ത സംഭവം കാണാം. ഞണ്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്
കണവ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് 2 ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ചട്ടിയുടെ അടപ്പ് പൊട്ടിപ്പോയി കേട്ടോ. ചട്ടിയുടെ അടപ്പ് പൊട്ടിപ്പോയി സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിൽ ഇച്ചിരി കൂടെ വെള്ളം വറ്റാനുണ്ട്. അത് വറ്റട്ടെ. വറ്റിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനും ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എണ്ണയ്ക്ക് തന്നെ ഇവിടെ ചിലവ് കേട്ടോ. തൊടുന്നതിനും പിടിക്കുന്നതിനും വറുത്ത മീനായാലും എണ്ണയ്ക്ക് തന്നെയാണ് ചിലവ്. അപ്പോൾ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടുമുണ്ട് കേട്ടോ. അതിലോട്ട് ഈ സംഭവമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്ത സംഭവം തന്നെയാണ്. വെപ്രാളത്തിലൊക്കെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിലോട്ട് അടുത്ത സംഭവം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരേ മെത്തേഡാണ് വെക്കണത് കേട്ടോ. രണ്ടും ഒരേ രീതിയിലുള്ള പാചകമാണ്. രണ്ടും ഒരു രീതിയിലുള്ള പാചകമാണ്. പിന്നെ ഇതിലോട്ടൊക്കെ ഞാൻ ഉപ്പിട്ട് കൊടുക്കട്ടെ. എനിക്ക് എൻ്റെ കൈ എന്താ പറയുക, എനിക്ക് എൻ്റെ ചട്ടിയിൽ അടപ്പ് പൊട്ടിയുടെ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കണ്ടോ, പൊട്ടിപ്പോയി സുഹൃത്തുക്കളെ. ഞാൻ പൊന്നു പോലെ പൂ പോലെ നോക്കിയ സംഭവമാണ്. പൊന്നു പോലെ പൂ പോലെ നോക്കിയ സംഭവം പൊട്ടി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ടിനും മാച്ചായ അടപ്പായിരുന്നു. ഇതിനും മാച്ചായ അടപ്പായിരുന്നു. ഈ 2 ചട്ടിക്കും കൂടെ ഞാൻ ഒരടപ്പാണ് വാങ്ങിയിട്ടുള്ളായിരുന്നു. പക്ഷെ എൻ്റെ ഞാൻ പൊട്ടിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. വെപ്രാളത്തിൽ തക്കാളിയൊക്കെ കറച്ച് മുറിച്ചിട്ടിതാ. ഞാനാണെങ്കിൽ ഈ സംഭവമൊക്കെ എടുത്ത് ഇതൊക്കെ കഴിച്ചാൽ കിഡ്നിയുടെ അസുഖം വരുമെന്ന് പറയണം. അപ്പം ഞാനത് മാറ്റിവെച്ചു. ധൃതി പിടിച്ചുള്ള ജോലിയാണ്. നമ്മൾ സമാധാനമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല. ജോലിയും കഴിഞ്ഞ് വന്നുള്ള കലാപരിപാടികളാണ്. അപ്പം ഞാൻ ഇതിലോട്ടൊക്കെ ഇനി ഓരോയിറ്റം ഇട്ട് കൊടുക്കാം. എനിക്കുമുണ്ട്. ഞാൻ ഇട്ടതിന് ശേഷം കാണാം സുഹൃത്തുക്കളെ. എല്ലാ അടുപ്പിൻ്റെ ഇടയിൽ പോകണം. ഇട്ടതിന് ശേഷം കാണാം കേട്ടോ. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ ചേട്ടൻ കഴിച്ച് ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് വന്നപ്പം മണി 3:30 ചേട്ടൻ കഴിച്ച്. അപ്പം ഞാൻ കഴിക്കാൻ പോകുന്നുണ്ട്. കണ്ടല്ലോ, ഞണ്ട് കറി, മീൻ വറുത്തത്, കണവക്കറി, രസം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് ഞാൻ കഴിക്കട്ടെ കേട്ടോ. കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഫേസൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. സംസാരിക്കാനേ വയ്യ. എൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. കഥ പറയാനൊന്നും വയ്യ സുഹൃത്തുക്കളേ. കഥ പറയാൻ വയ്യ. ടാറ്റ, ബൈ ബൈ.